പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വീണ്ടും വക്കീൽ നോട്ടീസ് അയച്ചു. 4ാം തവണയാണ് അൻവറിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചതെന്ന് പി ശശി പറയുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് അൻവർ മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട്. അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് പി ശശി വക്കീൽ നോട്ടീസ് അയച്ചത്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, 4ാമത്തെ തവണയാണ് വക്കീൽ നോട്ടീസ് കിട്ടുന്നത്. പി വി അൻവറിന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം പറഞ്ഞിരിക്കുന്നത് വലിയ മാഫിയ സംഘമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു, സ്വർണം തട്ടിക്കലിലടക്കം ബന്ധമുണ്ട്, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റേതടക്കമുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചാണോ ഇപ്പോൾ പി ശശി വക്കീൽ നോട്ടീസ് വിശ്വൻ മുഖേന അയച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. ഗുഡ് മോർണിംഗ് അരുൺ. കഴിഞ്ഞ ദിവസം പി വി അൻവർ MLA സ്ഥാനം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയിട്ടുള്ള 150 കോടിയുടെ വലിയ ആരോപണം അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചത്. അത് എഴുതി തയ്യാറാക്കി തനിക്ക് നൽകുകയായിരുന്നു. അതാണ് താൻ അവതരിപ്പിച്ചത്. താൻ ഇതിനകത്ത് ബലിയാടായി എന്നുള്ളതായിരുന്നു ഇന്നലെ അൻവർ പറഞ്ഞത്. എന്നാൽ ആ പ്രസ്താവന അല്ലെങ്കിൽ അൻവറിൻ്റെ ആ പ്രതികരണം തികച്ചും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യക്തിപരമായി ആക്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് പി ശശി ഇന്നത്തെ വക്കീൽ നോട്ടീസിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത്. ഈ പ്രസ്താവന നിരുപാധികം പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിലെ പ്രധാനപ്പെട്ട കാര്യമായി ഇന്നിപ്പോൾ പി ശശി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും മറ്റ് പല കേസുകൾ, അതായത് മലപ്പുറം മുൻ SP ആയിട്ടുള്ള സുജിത് ദാസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടെ പി ശശിക്ക് പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മാഫിയ സംഘം എന്നുള്ള രീതിയിൽ പി ശശിയാണ് അവിടെ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നേ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADM നവീൻ ബാബുവിനെ പി ശശി ഫോണിൽ ബന്ധപ്പെടുകയും അത്തരത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയിട്ടുള്ള പ്രതികാര നടപടികൾ പി ശശിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അൻവർ പറഞ്ഞിരുന്നു. അതിലും ആ ഘട്ടത്തിൽ നിയമ നടപടിയുമായി പി ശശി മുന്നോട്ട് പോയിരുന്നു. ഇന്നിപ്പോൾ 4ാമത്തെ വക്കീൽ നോട്ടീസാണ് അൻവറിനെതിരെ ഇപ്പോൾ പി ശശി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ ഇനിയിപ്പോൾ ഒരു നിയമപരമായ ഒരു കുരുക്കിലേക്ക് കൂടിയാണ്. കാരണം 4 വക്കീൽ നോട്ടീസിനും ഇതുവരെയായി മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി ഇതിനകത്ത് എന്ത് നടപടിയാണ്, ഇതിനകത്ത് അൻവർ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഒരു മറുപടി നൽകിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും കോടതി ഒരു കടുത്ത നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പി ശശിയുടെ അഭിഭാഷകനായിട്ടുള്ള വിശ്വനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ കുടുക്കാനുള്ള അല്ലെങ്കിൽ അൻവറിനെ കുരുക്കാനുള്ള നടപടികളിലേക്ക് പി ശശി തന്നെ കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തുടർച്ചയായി 4ാമത്തെ വക്കീൽ നോട്ടീസാണ് ഇപ്പോൾ പി ശശി അൻവറിനെതിരെ നൽകിയിരിക്കുന്നത്. ഇതിലും അൻവർ മറുപടി നൽകുന്നില്ല എങ്കിൽ കടുത്ത നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി പി ശശിയുടെ അഭിഭാഷകനായിട്ടുള്ള വിശ്വൻ വ്യക്തമാക്കുന്നുണ്ട്. അരുൺ, ഓക്കെ, അങ്ങനെ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വീണ്ടും പി വി അൻവറിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. നോട്ടീസ് നമ്പർ 4. ഈ 4 നോട്ടീസിനും കാര്യമായ മറുപടി പി വി അൻവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കേരയിൽ സമരം അട്ടിമറിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലെ IT കമ്പനികൾ മുഖേന 150 കോടി രൂപ വലിയ മത്സ്യങ്ങൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളിലാക്കി കൊണ്ടുവന്നുവെന്നും അത് ആംബുലൻസിലാക്കി ചാവക്കാട് നിന്ന് കൊണ്ടുപോയി എന്നുള്ളൊരു ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം പി ശശി പറഞ്ഞിട്ടാണെന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിഷയത്തിലടക്കമാണ് ഇപ്പോൾ 4ാമത്തെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് നമ്പർ 4.